ഇന്നത്തെ സമഗ്ര വാർത്തകളുമായി ഉച്ചവാർത്ത ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ലോകം ആഘോഷിച്ച ഫുട്ബോൾ മാമാങ്കത്തിന്റെ കലാശക്കൊട്ട് ഇന്ന് രാത്രി 12:30. കപ്പിൽ മുത്തമിടാൻ സ്പെയിനും അർജന്റീനയും. ഇന്ന് വൈദ്യുതി നിയന്ത്രണമില്ല. സ്കൂളുകളും കോളേജുകളും ഉൾപ്പെടെ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. കിരീടങ്ങളെക്കാൾ മനോഹരം ടീമിനൊപ്പമുള്ള യാത്രയെന്ന അർജന്റീൻ ജനതയ്ക്ക് മെസ്സിയുടെ കുറിപ്പ്. ലൂസേഴ്സ് ഫൈനലിൽ ഫ്രാൻസിനെ 4-നെതിരെ 6 ഗോളുകൾക്ക് തകർത്ത ഇംഗ്ലണ്ട് 3-ാം സ്ഥാനത്ത്. ലോകകപ്പ് ഗോൾ വേട്ടയിലും ഗോൾഡൻ ബൂട്ട് റേസിലും മെസ്സിയെ പിന്നിലാക്കി എംബാപ്പെ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം നാളെ മുതൽ. FCRA ഉൾപ്പെടെ 7 ബില്ലുകൾ അവതരിപ്പിക്കും. ഭരണഘടനാ ഭേദഗതി ബില്ലുകൾ ഇപ്പോഴില്ല. വിമത നേതാക്കളെ ക്ഷണിച്ചതിൽ സർവകക്ഷി യോഗത്തിൽ പ്രതിഷേധം. അയോധ്യയിലെ സംഭാവനാ ക്രമക്കേട്, നീറ്റ് പരീക്ഷയിലെ വീഴ്ച, വിലക്കയറ്റം എന്നിവ ആയുധമാക്കാൻ പ്രതിപക്ഷം. തന്ത്രങ്ങൾ മെനയാൻ ഇന്ത്യ സഖ്യയോഗം നാളെ. KSUVD സതീശൻ പോരിൽ ഉൾപ്പെടെ പാർട്ടി വക്താക്കളുടെ പരസ്യ പ്രതികരണത്തിൽ കർശന നിർദ്ദേശങ്ങളുമായി KPCC സർക്കുലർ. പൊതുവേദികളും സമൂഹ മാധ്യമങ്ങളിലും വൈകാരിക പ്രതികരണങ്ങൾക്ക് വിലക്ക്. അഭിപ്രായ പ്രകടനങ്ങൾ പാർട്ടി ഫോറങ്ങളിൽ മാത്രം. പാർട്ടി വക്താക്കൾ നിലപാട് വ്യക്തമാക്കുമ്പോൾ വ്യത്യസ്ത അഭിപ്രായങ്ങളാകരുത് എന്നും മാധ്യമ ചുമതലയുള്ള KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസിന്റെ സർക്കുലർ. ആശുപത്രികൾക്കുള്ളിൽ രാഷ്ട്രീയ പ്രവർത്തനം എന്ത് വില കൊടുത്തും തടയുമെന്ന് മന്ത്രി K മുരളീധരൻ. ഭക്ഷണം നൽകുക കമ്മ്യൂണിറ്റി കിച്ചൺ വഴി മാത്രം. ആരോഗ്യമന്ത്രി ഈഗോ കാണിക്കരുതെന്നും മുഹമ്മദ് റിയാസ് MLA. സംസ്ഥാനത്തെ മാനസികാരോഗ്യ കേന്ദ്രങ്ങളിലെ അടിസ്ഥാന സൗകര്യ പ്രശ്നങ്ങളിൽ പൊതുമാർഗനിർദ്ദേശം പുറപ്പെടുവിക്കാൻ ഹൈക്കോടതി. PS-ന്റെ ഓർമ്മക്കുറിപ്പടങ്ങിയ വാരാന്ത പതിപ്പ് ഒഴിവാക്കി ദേശാഭിമാനി ദിനപത്രം. വിതരണം ഒഴിവാക്കിയത് അച്ചടിച്ച ശേഷം സാങ്കേതിക കാരണങ്ങളെന്ന വിശദീകരണം. വാരാന്തക്കുറിപ്പ് എഴുതിയത് VS-ന്റെ മുൻ പ്രൈവറ്റ് സെക്രട്ടറി. ജപ്പാൻ ഓപ്പൺ കിരീടം ഇന്ത്യയുടെ PV സിന്ധുവിന്. ഫൈനലിൽ ജപ്പാന്റെ അകാനെ യാമാഗുച്ചിയെ തോൽപ്പിച്ചത് നേരിട്ടുള്ള സെറ്റുകൾക്ക്. ജപ്പാൻ ഓപ്പണിൽ കിരീടം നേടുന്ന ആദ്യ ഇന്ത്യൻ താരം. സമർപ്പിക്കുന്നത് മെയ്തർ ഈഗിൾസ് FC കേരള. ലോകകപ്പ് ചരിത്രത്തിൽ ഇടം പിടിക്കുന്ന സ്വപ്ന ഫൈനലിൽ ഇന്ന് അർജന്റീന സ്പെയിനെ നേരിടും. ന്യൂയോർക്കിലെ ന്യൂജേഴ്സി സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 12:30 മത്സരം. 3 രാജ്യങ്ങൾ ആതിഥ്യം വഹിച്ച 48 രാജ്യങ്ങൾ മാറ്റുരച്ച നീണ്ട ഫുട്ബോൾ മാമാങ്കത്തിനാണ് കലാശ പോരാട്ടത്തോടെ തിരശ്ശീല വീഴുന്നത്. ഒരറ്റത്ത് നിലവിലെ ജേതാക്കളായ അർജന്റീന, മറുവശത്ത് യൂറോപ്യൻ ജേതാക്കളായ സ്പെയിൻ. തീപ്പൊരി പോരാട്ടം നടക്കും. ആര് ന്യൂജേഴ്സി സ്റ്റേഡിയത്തിൽ കപ്പുയർത്തും? 2 വ്യത്യസ്ത ആശയങ്ങളിലും ശൈലിയിലും പന്ത് തട്ടുന്ന രാജ്യങ്ങളാണ് അർജന്റീനയും സ്പെയിനും. ക്ലബ് ഫുട്ബോളിന്റെ വിശാലമായ അടിത്തറയാണ് സ്പെയിനിന്. രാജ്യത്തിന്റെ വൈകാരികതയുമായാണ് അർജന്റീന കളിക്കുക. മുൻ മത്സരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഫോർമാറ്റിൽ മാറ്റം വരുത്തിയാണ് ഇരു ടീമുകളും കലാശ പോരാട്ടത്തിനിറങ്ങുക. ഇംഗ്ലണ്ടിനെതിരെ 2-1 വിജയിച്ചാണ് അർജന്റീന എത്തിയത്. സ്കലോണിയുടെ നീക്കങ്ങൾ എപ്പോഴും കളിയുടെ ഗതിയെ ആശ്രയിച്ചാണ് മാറുന്നത്. എതിരാളികളുടെ സ്വാഭാവിക കളിഗതിയെ നശിപ്പിക്കുക എന്നതാണ് അർജന്റീനയുടെ തന്ത്രം. കളിയുടെ അവസാന നിമിഷങ്ങളിൽ ആഞ്ഞടിക്കാനുള്ള മികവുണ്ട് വാമോസിന്. കേപ്പ് വെർദെ, ഈജിപ്ത്, സ്വിറ്റ്സർലൻഡ്, ഇംഗ്ലണ്ട് ടീമുകൾക്കെതിരായ ജയം അങ്ങനെ വന്നതായിരുന്നു. അതേസമയം സെമിയിൽ ഫ്രാൻസിന് 2 ഗോളിന് തോൽപ്പിച്ചതാണ് സ്പെയിനിന്റെ ഏറ്റവും മികച്ച പ്രകടനം. റോഡ്രിയുടെയും ഫാബിയാൻ റൂയിസിന്റെയും മധ്യനിരയിലെ മാസ്റ്റർ ക്ലാസ് പ്രകടനവും ഡാനി ഓൾമോ, ലമീൻ യമാൽ എന്നിവരും സ്പെയിനിന്റെ കരുത്താണ്. വേഗമേറിയ ടീം സ്പിരിറ്റാണ് സ്പെയിനിന്. ചരിത്രത്തിൽ ഇന്നേ വരെ അരങ്ങേറിയ മത്സരങ്ങൾ പരിശോധിച്ചാൽ ഇരു ടീമുകളും ഏകദേശം കണക്കുകളിൽ തുല്യമാണ്. അർജന്റീനയും സ്പെയിനും നേർക്കുനേരെത്തുമ്പോൾ ശ്രദ്ധയുടെ കേന്ദ്രങ്ങളിൽ ലയണൽ മെസ്സിയും ലമീൻ യമാലുമാണ്. 39-ാം വയസ്സിൽ 9ാം ബാലൻഡിയോർ ലക്ഷ്യമിട്ട് മെസ്സി ഇറങ്ങുമ്പോൾ വെറും 19ാം വയസ്സിൽ ആദ്യ ബാലൻഡിയോർ സ്വന്തമാക്കി ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ജേതാവാകാനാണ് യമാലിന്റെ ശ്രമം. എന്തായാലും ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും ആവേശകരമായ ഫൈനലിനാണ് കളമൊരുങ്ങുന്നത്. മത്സരശേഷം വിജയികൾക്കുള്ള ലോകകപ്പ് ട്രോഫി ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫാന്റിനോയ്ക്കൊപ്പം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചേർന്നാകും സമ്മാനിക്കുക. സ്പോർട്സ് ഡെസ്ക്, അമൃത ന്യൂസ്.
അർജന്റീന സ്പെയിൻ മത്സരത്തിൽ കപ്പുയർത്തുന്നതാര് എന്നതിൽ സമ്മിശ്ര പ്രതികരണമാണ് പൊതുജനങ്ങൾക്കുള്ളത്. തുല്യ ശക്തികളുടെ മത്സരത്തിൽ തീ പാറും എന്നാണ് വിലയിരുത്തൽ. അർജന്റീന സ്പെയിൻ ഫൈനലാണ്. എന്താണ് നിങ്ങളുടെ ഒരു ഇതുവരെയുള്ള കാഴ്ചപ്പാട്? അർജന്റീന ഒരു കളി പോലും തോക്കാതെ, രണ്ട് ടീം കളി തോക്കാതെ ഫൈനലിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്താ അർജന്റീന ജയിക്കണമെന്നാണ് ആഗ്രഹം. പിന്നെ സ്പെയിൻ നല്ല ടീമാണ്, അപ്പം നല്ലൊരു ഫൈനൽ പ്രതീക്ഷിക്കാൻ പറ്റും. മൊത്തത്തിൽ അർജന്റീന ടീം കൊള്ളാം. പിന്നെ മെസ്സി ഒരു 2 ഗോൾ അടിച്ച് ഗോൾഡൻ ബൂട്ടിലേക്ക് പോകണം എന്നാണ് ആഗ്രഹം. ഒരു ടഫ് ഗെയിം ആയിരിക്കും. ഒരേ കോമ്പിറ്റൻസി ലെവലുള്ള 2 ടീമുകൾ തമ്മിലുള്ള മത്സരമായിരിക്കും. ഫാൻ ഫോളോവേഴ്സിൻ്റെ ഒരു ഫീഡ്ബാക്ക് വെച്ചിട്ട് അർജന്റീന ജയിക്കുമെന്നുള്ളതാണ്. ഞാനൊരു അർജന്റീനൻ ഫാൻ അല്ലെങ്കിലും അർജന്റീന ജയിച്ചേക്കും എന്നുള്ളതാണ്. ഏത് ടീമിന്റെ ഫാനാണ്? അങ്ങനെ ഒരു ഹാർഡ് കോർ ഫാൻ അല്ലെങ്കിലും റൊണാൾഡോയെ ഇഷ്ടമാണ്, പിന്നെ മെസ്സിയും ഇഷ്ടമാണ്. അർജന്റീന ജയിച്ചേക്കുമെന്നാണ് വിശ്വാസം. പക്ഷേ സ്പെയിൻ അങ്ങനെ അണ്ടർറേറ്റ് ചെയ്യുന്നില്ല. അങ്ങനെ ഒരു ലോവർ ടീമല്ല. സ്പെയിനാണെന്നാണ് തോന്നുന്നത്. സ്പെയിൻ ജയിക്കും. മെസ്സിയുടെ സെയിം ക്ലബ്ബിൽ കളിച്ചവരായിട്ടാണ്. അതായത് പറയുകയാണെങ്കിൽ മെസ്സി കയ്യിലെടുത്ത് വളർത്തിയ പിള്ളേരെന്ന് പറയാം. കാരണം അവരുമായിട്ടാണ് ഇനി ഏറ്റുമുട്ടാൻ വേണ്ടി പോണത്. കാരണം അവർ നോക്കുമ്പോൾ അവരുടെ ഒരു പീക്ക് ലെജൻഡുമായിട്ടാണ് അവർ കളിക്കാൻ വേണ്ടിയിട്ട് പോണത്. ലോക ഫുട്ബോൾ ഫൈനലിനോടനുബന്ധിച്ച് സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി നൽകാൻ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർദ്ദേശിച്ചതായി സർക്കാർ അറിയിച്ചു. ലോക ഫുട്ബോൾ ഫൈനൽ മത്സരം നാളെ പുലർച്ചെ നടക്കുന്ന സാഹചര്യത്തിലാണ് അവധി. പക്ഷേ മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല. മത്സരം പുലർച്ചെയായതിനാൽ നാളെ അവധി നൽകണമെന്ന ആവശ്യമുയർന്നിരുന്നു. ഫൈനൽ മത്സരത്തിൽ അർജന്റീന വിജയിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് അർജന്റീനയുടെ ആരാധകൻ കൂടിയായ റവന്യൂ മന്ത്രി AP അനിൽകുമാർ അമൃത ന്യൂസിനോട് പറഞ്ഞു. അർജന്റീന യഥാർത്ഥ ഫോമിലേക്ക് എത്തിയിട്ടില്ല, എന്നാൽ സെമിയിൽ മികച്ച ഫോം കളിച്ചു. ആ ഫോം തുടരുകയാണെങ്കിൽ ഫൈനലിലും വിജയിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ എന്തായാലും അർജന്റീന ജയിക്കാനുള്ള സാധ്യതയുണ്ട്. അർജന്റീന കഴിഞ്ഞ കളികളിലൊക്കെ നിർത്തിയൊരു ഫോം, നല്ല കളികളും ഈജിപ്തുമായിട്ടുള്ള കളിയൊന്നും വേണ്ട രീതിയിൽ വന്നിട്ടില്ലെങ്കിലും അവസാന വട്ടം ജയിക്കണം എന്നുള്ള അർജന്റീനയ്ക്കുണ്ട്. ജയിക്കണം എന്ന് ആഗ്രഹിക്കുമ്പോൾ അർജന്റീന ജയിച്ചിട്ടുണ്ട്. ഇപ്പോൾ സെമി ഫൈനൽ പോലും അർജന്റീന 1 ഗോളിന് പുറകിലായിരുന്നു ഫസ്റ്റ് ഹാഫ്. പിന്നീട് 2 ഗോൾ തിരിച്ചടിക്കാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ. കളി മുഴുവൻ അർജന്റീന കയ്യിലായി. അപ്പോൾ സ്വാഭാവികമായിട്ടും അർജന്റീന വിജയിക്കണം എന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അർജന്റീന വിജയിക്കാൻ കഴിയും. ആ രീതി കളി കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇപ്പോഴും ടീമിനകത്തുണ്ട്. ടീം കോർഡിനേഷൻ്റെ കാര്യത്തിൽ അർജന്റീനയെ പോലെ ഒരു കോർഡിനേഷനുള്ള ഒരു ടീം കാണാൻ. ഫൈനലിൽ അർജന്റീന എത്തിയതോടെ മെസ്സിയും കൂട്ടരും കപ്പടിക്കുമെന്ന പ്രതീക്ഷയിലാണ് ആലപ്പുഴയിലെ ഫുട്ബോളിനെ സ്നേഹിക്കുന്ന കുട്ടിത്താരങ്ങൾ. പോർച്ചുഗലിനെയും ബ്രസീലിനെയും ആരാധിച്ചിരുന്നവർ ഇന്ന് മെസ്സിയുടെ വിജയത്തിനായി കാത്തിരിക്കുകയാണ്. ആലപ്പുഴയിൽ നിന്ന് അജയ്നാഥ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇഷ്ട ടീമുകൾ പോർച്ചുഗലും ബ്രസീലും ഒക്കെ ആയിരുന്നു. പക്ഷേ ഫൈനലിലേക്ക് എത്തിയപ്പോൾ അർജന്റീനയാണ് കൂടുതലും ആരാധകർ, അർജന്റീൻ ടീമിനാണ് കൂടുതൽ ആരാധകർ ഉള്ളത്. ഏതായാലും ആലപ്പുഴയിലെ കുറേ കുട്ടിത്താരങ്ങളുടെ പ്രതികരണങ്ങളിലേക്ക് പോകാം. ഫൈനൽ മത്സരത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അർജന്റീനയും സ്പെയിനും അവസാനഘട്ട ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നു. എന്താണ് നിങ്ങളുടെ പ്രതീക്ഷ? അർജന്റീന അടിക്കണം. അർജന്റീനയോടായിരുന്നു ആദ്യം മുതൽ ഇഷ്ടം. എങ്ങനെയാണ് മത്സരത്തിന്റെ ഒരു ഗതി എങ്ങനെയായിരിക്കും? എത്ര ഗോളിനായിരിക്കും അർജന്റീനയുടെ വിജയം? 3-2. 3-2. അത് കൃത്യമായിട്ട് പറയാനൊരു കാരണം? കൃത്യമായിട്ട് പറയാനൊരു കാരണം? കാരണം രണ്ടുപേരും നല്ലോണം കളിക്കും. എമാലിനെ ആർക്കും ഇഷ്ടമല്ലേ? എമാലിനെ എല്ലാവരും അർജന്റീന ഫാൻസ് ആയിരുന്നു അതോ പോർച്ചുഗൽ? സന്തോഷമാണ്. വേൾഡ് കപ്പിന്റെ ഒരു കളി വിലയിരുത്തും എങ്ങനെയായിരുന്നു ഇതുവരെയുള്ള മത്സരങ്ങളെല്ലാം? കുഴപ്പമില്ല, നല്ല രീതിക്ക് തന്നെ പോയി. നല്ല ടൈറ്റ് കളികളായിരുന്നു, പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു ഇതുവരെ. പിന്നെ കുറച്ച് വിവാദം ഉണ്ടായിരുന്നു, അർജന്റീന റഫറീനെ വാങ്ങിയെന്ന് പറഞ്ഞ്. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല, നല്ല രീതിക്ക് തന്നെ പോയി. ആ വിവാദത്തിൽ എന്തെങ്കിലും കാണുമ്പോഴായിട്ട് നിങ്ങൾ കയറുന്നുണ്ടോ? അത് ഫാൻസുകാർ പറയും റഫറിന് കളിക്കുന്നത്. അവര് തോറ്റതിനെ കുറിച്ചുമ്പോ അത് നമ്മൾ മൈൻഡ് ആക്കേണ്ട ആവശ്യമൊന്നും. തോറ്റതിനെ കുറിച്ചാണ്. തോറ്റിട്ടാ പറയുന്നുണ്ടെങ്കിൽ എന്തിന് സ്ഥല കരയണം, റഫറീനെ എന്തിനാ ആ രീതി നോക്കണം? അവര് കരയട്ടെ, റൊണാൾഡോ ഫാൻസൊക്കെ പറ്റി കരയട്ടെ. അമലൊക്കെ തോറ്റി എന്നിട്ട് വാദകോടിയാ കിട്ടിയിട്ടുമില്ല, കിട്ടാതെ മുന്നിട്ട് വിളിക്കത്തുമില്ല. ഈ പോർച്ചുഗൽ റൊണാൾഡോയുടെ അവസാന മത്സരം റൊണാൾഡോ വിരമിക്കത്തില്ലെന്ന് പറയുന്നു. റൊണാൾഡോ ജയിക്കാൻ അല്ലെങ്കിൽ കപ്പ് നേടാൻ പറ്റാത്തൊരു സങ്കടമുണ്ടോ? പിന്നെ സങ്കടം മാത്രമേ ഉള്ളൂ. എന്തായാലും ഈ ഫൈനൽ മത്സരം നല്ലൊരു കടുപ്പമേറിയ മത്സരമാണെന്ന് കരുതുന്നുണ്ടല്ലോ. സ്പെയിൻ, ബ്രസീൽ, പോർച്ചുഗൽ, ജർമ്മനി തുടങ്ങിയ ടീമുകളുടെ ഫാൻസുകാർ അർജന്റീന തോൽക്കുമെന്ന് പ്രവചിക്കുന്നു. എന്നാൽ കടുത്ത അർജന്റീന ആരാധകർക്ക് ഇത്തവണയും കപ്പ് തങ്ങൾക്ക് തന്നെ എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. മലപ്പുറത്ത് നിന്നുള്ള പ്രതികരണങ്ങളിലേക്ക്. സ്പെയിന് ജയിക്കണം എന്നുള്ളതാണ് മനസ്സിലുള്ളത്.
അർജന്റീന അങ്ങനെയല്ല. അത് അർജന്റീന വരാനുള്ള കാരണം തന്നെ അത് ശരിക്കുള്ളതല്ല. ഫുട്ബോളിൻ്റെ നിയമം അനുസരിച്ച് അന്നത്തെ ആ കോച്ചിൻ്റെ ആ പരിപാടിയും കാര്യങ്ങളും എല്ലാം പാടെ അർജന്റീന ഒന്ന് പോകണമെന്ന് പുറത്ത് പോണവരൊക്കെ എന്നിട്ട് ചെറിയ ചെറിയ ടീമുകളൊക്കെ കയറി വരട്ടെ. എത്ര ടീം വേറുണ്ട്? എല്ലാ വർഷവും ഈ സ്പെയിനും അർജന്റീനയും പിന്നെ ബ്രസീലും മാത്രം ഇങ്ങനെ കളിച്ചാൽ പോരല്ലോ. അർജന്റീനയും സ്പെയിനും നേർക്കുനേരെത്തുമ്പോൾ കിരീടം ഇത്തവണയും അർജന്റീനയ്ക്കൊപ്പമാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് കൊല്ലത്തെ ആരാധകർ. മെസ്സിയുടെ മികവും ടീമിന്റെ പോരാട്ട വീര്യവും വീണ്ടും ലോക കിരീടം സമ്മാനിക്കുമെന്ന് വിശ്വസിക്കുന്ന ആരാധകരുടെ പ്രതീക്ഷകളിലേക്ക്. രാത്രിത്തെ കളി നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. കാര്യം തന്നെ രണ്ട് ടീമും ഒരേപോലെ നിൽക്കുന്നവരാണ്. എന്തായാലും മെസ്സിക്ക് ചാൻസ് ഉണ്ട്. മെസ്സിക്ക് ഗോൾഡൻ ബൂട്ട് മേടിക്കണ്ടേ? ഇനിയിപ്പോൾ മെസ്സിയുടെ കഴിവാണോ ഇവിടുത്തെ മക്കളുടെ പ്രാർത്ഥനയാണോ എന്നൊന്നും അറിയാൻ വയ്യ. ആ ഗ്രൗണ്ട് മൊത്തം പ്രാർത്ഥനയല്ലേ മെസ്സിക്ക് വേണ്ടി. ഇവിടെ എല്ലാം മെസ്സി ഫാൻസ് തന്നെ കൂടുതൽ. തീർച്ചയായിട്ടും ഇന്ന് രാത്രിത്തെ ഫൈനൽ മാച്ച് എന്ന് പറയുന്നത് വളരെ പ്രോഗ്രസീവായിട്ടുള്ള കളിയായിരിക്കും. അർജന്റീന തന്നെ ജയിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ബേസിക്കലി അർജന്റീന ഫാനാണ്. ഇന്ന് രാത്രി ഇവിടെ ലൈവ് മാച്ചുണ്ട്. തങ്കശ്ശേരി ബീച്ചിൽ നമ്മൾ ലൈവ് മാച്ച് പ്രൊജക്ട് വഴി. മെസ്സി ലോകകപ്പ് ഉയർത്തുന്നത് കാണാൻ കാത്തിരിക്കുന്ന കട്ട അർജന്റീനൻ ഫാനാണ് താനെന്ന് എ റഹീം MP. വമ്പൻ ടീമുകളുടെ വീഴ്ചയ്ക്കൊപ്പം പുതിയ ഉയർത്തെഴുന്നേൽപ്പുകളും കണ്ട ലോകകപ്പാണിത്. ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത തരത്തിലുള്ള ഫുട്ബോൾ ആരവമാണ് കേരളത്തിലുള്ളതെന്നും എ റഹീം പറഞ്ഞു. മെസ്സി ഫാനാണ്, അർജന്റീന ആരാധകരാണ്. അതിനപ്പുറത്ത് വേറൊന്നുമില്ല. അത് കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഓരോ കളിയിലും അർജന്റീന ഈ പറയുന്ന പോലെ ജയവും തോൽപ്പിയും അടുത്ത് ഇങ്ങനെ വന്ന് നമ്മളെ വല്ലാതെ ആശങ്കപ്പെടുത്തിയും ഭയപ്പെടുത്തിയിട്ടാണ് എല്ലാ കടമ്പയും കടന്നു വന്നത്. സെമി ഉൾപ്പെടെ ഇംഗ്ലണ്ടും അർജന്റീന മത്സരത്തിൽ ഞാൻ ഈ പറയുന്ന ആശങ്ക ഉദ്വേഗം അവസാനം വരെ ഉണ്ടായിരുന്നു. കപ്പ് ആര് നേടുമെന്ന പ്രതീക്ഷ പങ്കുവയ്ക്കുകയാണ് കൊച്ചിയിലെ ഫുട്ബോൾ ആരാധകർ. സ്പെയിൻ അർജന്റീന കലാശപ്പോരാട്ടത്തിന് വേണ്ടി നിമിഷങ്ങൾ എണ്ണി കാത്തിരിക്കുകയാണ് ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകർ. ഇത്തവണ വേൾഡ് കപ്പ് ആരുയർത്തും? നമുക്കിപ്പോൾ ബ്രസീലായിരുന്നു, ബ്രസീൽ പോയി. ഇനി സ്പെയിനാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇന്നും കൂടെ ഇടാൻ പറ്റുള്ളൂ. അർജന്റീന ഫാൻസിൻ്റെ ഇന്നും കൂടെ ഈ ജേഴ്സി ഇടാൻ പറ്റുള്ളൂ. നാളെ തൊട്ട് ഞങ്ങൾക്കിത് 4 സ്റ്റാർ, അത് കൺഫേമാണ്. അതിന് എമാലല്ല പെഡ്രിയല്ല, സ്പെയിനിനെ അടിച്ച് തൂക്കുന്നു ഉറപ്പാണ്. അർജന്റീന കൊണ്ടുപോകുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. മോൻ സ്പെയിൻ ആണ് പറയുന്നത്. ഞാൻ അർജന്റീന മെസ്സി ഇത് എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നു. യമീൽ യമാൽ അർജന്റീന പോവാൻ പറ്റുന്ന തോന്നുന്നു. അവധി വേണം. സ്കൂള് തന്നെ അവധി ഡിക്ലെയർ ചെയ്തേക്കുവാണ്. അർജന്റീന മോസ്റ്റ്ലി എനിക്ക് തോന്നുന്നത് സ്പെയിൻ ജയിക്കുന്നു. അവരുടെ ഒരു ഡിഫെൻസീവ് മിഡ്ഫീൽഡിങ്ങിലൊക്കെ അത്രയും അറ്റാക്കിങ്ങും വളരെ ക്വാളിറ്റി ആയിട്ടുള്ള മൂവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. അർജന്റീന മോശമാണെന്നല്ല അവർ, പക്ഷെ അവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സ്പെയിന് കുറച്ചുകൂടെ ചാൻസ് ഉണ്ട്. അവരുടെ ഗോൾ കീപ്പിങ്ങിലാണെങ്കിലും ഡിഫെൻസിങ്ങിലാണെങ്കിലും അറ്റാക്കിങ്ങിലാണെങ്കിലും എല്ലാം. മിഡ്ഫീൽഡിങ്ങിൽ നന്നായിട്ട് പ്ലേ മേക്ക് ചെയ്തിട്ട് അവർ അറ്റാക്കിങ്ങിലേക്കും ഡിഫെൻസിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അറ്റാക്കിങ്ങിലേക്കും അവർ കൂടുതൽ സപ്പോർട്ടിങ് കൊടുക്കുന്നുണ്ട്. ലോക ഫുട്ബോൾ ആവേശം അമൃത വാർത്തകളുമായി പങ്കുവയ്ക്കുകയാണ് CPI നേതാവ് പന്യൻ രവീന്ദ്രൻ. ബ്രസീലിന് ശേഷം ഒരുപക്ഷെ അർജന്റീന വീണ്ടും ഒരു തുടർച്ചയായ 2 കപ്പിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം, ജയത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു. എന്താണ് ഇപ്പോൾ പറയാനുള്ള? ഫൈനലിൽ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ആവശ്യം. അല്ല, ഈ ഫൈനൽ മത്സരം ലോകമാകെ ശ്രദ്ധിക്കുന്ന ഒരു മത്സരമാണ്. ലോകം എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ മാത്രമല്ല, ആകാശത്തിൽ പറവകൾ പോലും ഈ മത്സരങ്ങൾ കാണുന്നു എന്നാണ് പറയുന്നത്. അവിടെ മാലാഖമാർ കാണുന്നു എന്നാണ് ഇറ്റാലിയൻ കവി പറഞ്ഞത്. അപ്പോൾ അത്രമാത്രം പ്രധാനമാണ് ഈ ഫുട്ബോൾ മത്സരം. ഇന്ന് വളരെ വിപുലമാണ് ഈ മത്സരത്തിൻ്റെ ശൃംഖല. കഴിഞ്ഞ തവണ 32 ടീമായിരുന്നു, ഇപ്പോൾ 48 ടീമാണ്. ആ 48 ടീമുകൾ കൂടി നടത്തിയിരിക്കുന്ന വലിയ മത്സരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം 2 പ്രധാനപ്പെട്ട ടീമുകൾ മത്സരത്തിൻ്റെ രംഗത്തുള്ളത്. ഒന്ന് അർജന്റീന 2 തവണ ചാമ്പ്യന്മാരായവരാ. കറണ്ട് പോകാതെ ലോക ഫുട്ബോൾ ഫൈനൽ കാണാൻ സാധിക്കട്ടെ എന്ന് മുൻ മന്ത്രി P. രാജീവ്. അർജന്റീന ജയിക്കണമെന്നാണ് ആഗ്രഹമെന്നും രാജീവ് പറഞ്ഞു. ലോകമെങ്ങും ഫുട്ബോൾ ആവേശത്തിലാണ്. എല്ലാവർക്കും അവരുടേതായ ഫേവറേറ്റ് ടീമുകളൊക്കെ ഉണ്ട്. എന്തായിരിക്കും ഈ ലോകകപ്പിന്റെ ഒരു ഫൈനൽ
ഇന്ന് നമുക്ക് നമ്മളോടൊപ്പം പങ്കുവെക്കാനായിട്ട് പ്രതീക്ഷകളൊക്കെ പങ്കുവെക്കാൻ പി രാജീവുണ്ട്. എന്താണ് ഫുട്ബോളിൻ്റെ ഫൈനലിൻ്റെ ഒരു പ്രതീക്ഷ? ഫൈനലിൻ്റെ ആകെ ആഗ്രഹം കറണ്ട് പോകാതെ കളി മുഴുവൻ കാണാൻ പറ്റണേ എന്നുള്ളതാണ്. കാരണം ഇപ്പോഴേ ചിലപ്പോൾ വളരെ ഹോൾമുഖത്തേക്ക് ആളിങ്ങനെ മെസ്സിയോ അല്ലെങ്കിൽ നമ്മുടെ യമാലൊക്കെ ഇരച്ച് കയറി വരുമ്പോൾ പെട്ടെന്ന് കറണ്ട് പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ അതാണ് ഇത്തവണത്തെ പ്രധാന ഉത്കണ്ഠ. അർജന്റീന ജയിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ പ്രധാനം നല്ല കളി നടക്കട്ടെ, എല്ലാ കളിയും നന്നായി. അർജന്റീനയുടെ പ്രത്യേകത എത്ര പുറകെ നിന്നാലും നല്ല മനക്കരുത്തോടു കൂടി ടീം ഗെയിം നടത്തി മെസ്സിയുടെ നേതൃത്വത്തിൽ മുന്നേറാൻ പറ്റുന്നു. മെസ്സി ഗോളടിക്കുക മാത്രമല്ല ഗോൾ അടിപ്പിക്കുകയും ചെയ്യുന്നു. നമ്മൾ സ്പെയിനിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ അവർ ഒരു ഗോൾ ഇതുവരെ വഴങ്ങിയിട്ടുള്ളൂ. ഫിഫ ലോകകപ്പിന്റെ പുതിയ രാജാക്കന്മാർ ആരാണെന്ന് അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. ലയണൽ മെസ്സി കപ്പ് ഉയർത്തുമെന്ന പ്രതീക്ഷയിലാണ് അർജന്റീന ആരാധകർ. കോഴിക്കോട് നിന്നുള്ള റിപ്പോർട്ടിലേക്ക്. ഫുട്ബോൾ വേൾഡ് കപ്പ് ആര് തൂക്കുമെന്ന ആകാംക്ഷയിലാണ് ആരാധകരെല്ലാം ഉള്ളത്. നമ്മളിപ്പോൾ കോഴിക്കോട് നൈന വളപ്പിലാണുള്ളത്. ഇവിടെയുള്ള ആരാധകർക്ക് ഇന്ന് എന്താണ് പറയാനുള്ളത് നമുക്കൊന്ന് കേട്ടു നോക്കാം. സ്പെയിനും അർജന്റീനയും കട്ടയ്ക്ക് കട്ട മത്സരമാണ്. അപ്പോൾ ആര് ജയിക്കും, ഇവർക്ക് എന്നുള്ള പ്രതികരണം എന്താണെന്ന് ചോദിച്ചു നോക്കാം. ആരായിരിക്കും ജയിക്കാനുള്ള സാധ്യത കൂടുതൽ, സ്പെയിനാണോ അർജന്റീനയാണോ? ഈ വേൾഡ് കപ്പിൻ്റെ ഫൈനൽ എന്ന് പറഞ്ഞത് ഒരു ഫുട്ബോൾ പ്രേമി കാണാൻ ആഗ്രഹിക്കുന്ന ഫൈനലാണ്. കാരണം അർജന്റീനയും സ്പെയിനുമാണ്. അർജന്റീന നിലവിലെ ലോക ചാമ്പ്യന്മാരാണ്. സ്പെയിന് യൂറോ കപ്പ് ജേതാക്കളാണ്. നേരത്തെ ലോകകപ്പ് 2010 നേടിയിട്ടുള്ള രാജ്യമാണ്. അപ്പോൾ എന്തുകൊണ്ടും എല്ലാ ഫുട്ബോളിൻ്റെ സൗന്ദര്യം ഒഴുകുന്ന ഒരു ഫൈനലാണ് കാണുക. കാരണം അവരുടെ കളി. ലോകകപ്പ് ഫൈനലിൽ തലേ ദിവസം രാത്രി അർജന്റീനക്കാർക്കായി കത്തെഴുതി ലയണൽ മെസ്സി. ഈ വർഷങ്ങളിലെല്ലാം ഏറ്റവും മനോഹരമായത് കിരീടങ്ങൾ മാത്രമായിരുന്നില്ല, മറിച്ച് ടീമിനൊപ്പമുള്ള യാത്രയായിരുന്നു എന്ന് പറയുകയാണ് മെസ്സി. ഗ്രൂപ്പിനൊപ്പം ദൈനംദിന ജീവിതം പങ്കിടുക, പ്രയാസകരമായ നിമിഷങ്ങളിൽ പരസ്പരം താങ്ങായി നിൽക്കുക, ഓരോ ചുവടും ആസ്വദിക്കുക, ഇതെല്ലാം മനോഹര നിമിഷങ്ങളാണെന്ന് മെസ്സി കത്തിൽ പറയുന്നു. ഫിഫ ലോക ഫുട്ബോൾ ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ടിന് ജയം. 3-ാം സ്ഥാനക്കാർക്കായുള്ള ആവേശ പോരാട്ടത്തിൽ ഫ്രാൻസിനെ 4-6 ഗോളുകൾക്കാണ് ഇംഗ്ലണ്ട് തകർത്തത്. ബുക്കായോ സാക്കയുടെ ഹാട്രിക് മികവിലാണ് ഇംഗ്ലണ്ടിന്റെ തകർപ്പൻ ജയം. അതേസമയം ഈ സീസണിൽ 10 ഗോളുകളുമായി എംബാപ്പെ ഒന്നാമതെത്തി. 8 ഗോളുകളുമായി ലയണൽ മെസ്സിയാണ് തൊട്ടുപിന്നിൽ. ബുക്കായോ സാക്കയുടെ ഹാട്രിക്, കിലിയൻ എംബാപ്പയുടെ ഇരട്ട ഗോൾ, ഒരു സമ്പൂർണ്ണ കാൽപന്ത് മത്സരം. 10 ഗോളുകൾ പിറന്ന മത്സരത്തിൽ ഇരു ടീമുകളും ലൂസേഴ്സ് ഫൈനൽ അവിസ്മരണീയമാക്കി. ആദ്യ പകുതിയിൽ സമ്പൂർണ്ണ ആധിപത്യം ഇംഗ്ലണ്ടിനായിരുന്നു. കളി തുടങ്ങി 3-ാം മിനിറ്റിൽ ഫ്രാൻസിനെ ഞെട്ടിച്ച് ഇംഗ്ലണ്ട് ആദ്യ ഗോൾ നേടി. ഇംഗ്ലീഷ് ക്യാപ്റ്റൻ ഡെക്ലാൻ റൈസ് അതിവേഗം കുതിച്ചു കയറി വലതുകാൽ കൊണ്ട് തൊടുത്ത റോക്കറ്റ് ഷോട്ട് വലയിൽ തീർന്നില്ല. 18-ാം മിനിറ്റിൽ എസ്രി കൊൻസയിലൂടെ ഇംഗ്ലണ്ട് ലീഡ് ഉയർത്തി. 37-ാം മിനിറ്റിൽ ഫ്രഞ്ച് ഗോൾ മുഖത്തേക്ക് ഇരച്ചു കയറിയ ഇംഗ്ലീഷ് താരങ്ങൾ നടത്തിയ നീക്കത്തിൽ കൂട്ടപ്പൊരിച്ചിലിനൊടുവിൽ ബുക്കായോ സാക്കയുടെ ഷോട്ട് വലയിൽ. സ്കോർ 3-0. ആവേശം അലതല്ലിയ ആദ്യ പകുതിയുടെ അധിക സമയത്ത് ബുക്കായോ സാക്ക ഡബിൾ തികച്ചു. സ്കോർ 4-0. ഫ്രാൻസ് തോൽവി ഉറപ്പിച്ച നിമിഷങ്ങൾ. എന്നാൽ രണ്ടാം പകുതിയിൽ വീര്യത്തോടെ കളത്തിലിറങ്ങിയ ഫ്രാൻസ് 48-ാം മിനിറ്റിൽ കിലിയൻ എംബാപ്പയിലൂടെ ആദ്യ ഗോൾ മടക്കി. മിനിറ്റുകൾക്കുള്ളിൽ ഫ്രാൻസ് വീണ്ടും ലക്ഷ്യം കണ്ടു. പ്രത്യാക്രമണത്തിൽ എംബാപ്പയുടെ പാസിൽ ബ്രാഡ്ലി ബാർക്കോളയാണ് ഗോൾ നേടിയത്. സ്കോർ 4-2. ഇതോടെ ഈ ലോകകപ്പിൽ എംബാപ്പയുടെ അസിസ്റ്റുകളുടെ എണ്ണം 4 പിന്നാലെ 66-ാം മിനിറ്റിൽ മിച്ചൽ ഒലീസയുടെ അസിസ്റ്റിൽ എംബാപ്പെ ഡബിൾ തികച്ചു. സ്കോർ 4-3. എന്നാൽ പിന്നീട് ഫ്രാൻസിന് ഉടനെ തന്നെ തിരിച്ചടി നേരിട്ടു. 85-ാം മിനിറ്റിൽ ഇംഗ്ലീഷുകാർക്ക് ലഭിച്ച പെനാൽറ്റി ഗോളാക്കി സാക്ക ഹാട്രിക് പൂർത്തിയാക്കി. സ്കോർ 5-3. നിശ്ചിത സമയത്തിനു ശേഷം അനുവദിച്ച അധിക സമയത്ത് 2 ഗോളുകൾ കൂടി പിറന്നു. പകരക്കാരൻ താം ഉസ്മാൻ ഡംബേലയാണ് ഫ്രാൻസിന്റെ ഗോൾ നേടിയത്. സ്കോർ ബോർഡിൽ 5-4. സമനില പിടിക്കാൻ ഫ്രാൻസിന്റെ ശ്രമങ്ങൾ വിഫലമായി. അവസാന മിനിറ്റിൽ ജൂഡ് ബെല്ലിഗാമിൻ്റെ ഗോളിൽ ഇംഗ്ലണ്ട് ലീഡ് ഉയർത്തി 6-4. പിന്നാലെ ഫൈനൽ വിസിൽ മുഴങ്ങിയതോടെ അത്യാവേശകരമായ പോരാട്ടത്തിന് പര്യവസാനം. തോറ്റെങ്കിലും ഫ്രാൻസ് പോരാടിയാണ് കീഴടങ്ങിയത്. അതേസമയം ഇംഗ്ലണ്ടിൻ്റെ യുവനിരയുടെ പ്രകടനം ഭാവി വാഗ്ദാനങ്ങളുടെ പ്രതീകമാണ്. സ്പോർട്സ് ഡെസ്ക്, അമൃത ന്യൂസ്. വൈദ്യുതി മന്ത്രി ഇപ്പോഴും KPCC പ്രസിഡന്റായി തന്നെ നിൽക്കുകയാണ് എന്ന് PA മുഹമ്മദ് റിയാസ് MLA. വൈദ്യുതി മന്ത്രി നാടിന്റെ പ്രശ്നം നോക്കണം, എന്നാൽ KSU പാർട്ടിയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ എന്നിവയിലൊക്കെയാണ് അദ്ദേഹത്തിന്റെ ശ്രദ്ധ. ലോകകപ്പ് ഫൈനൽ നടക്കുമ്പോൾ കറണ്ട് പോകാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു. വൈദ്യുതി മന്ത്രിയും മുഖ്യമന്ത്രിയും ഇടപെട്ട് ഈ പ്രശ്നത്തിന് പരിഹാരം കാണണം. ഇന്ന് ലോകകപ്പ് ഫൈനൽ നടക്കുമ്പോൾ കറണ്ട് പോകാതിരിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ ഉത്തരവാദിത്തമായി മുഖ്യമന്ത്രിയും വൈദ്യുതി മന്ത്രിയും കാണണം.
ആശുപത്രികൾക്കകത്ത് രാഷ്ട്രീയ പ്രവർത്തനം അനുവദിക്കില്ല എന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. UDF സർക്കാരിന്റെ നയമാണിത്. കമ്മ്യൂണിറ്റി കിച്ചൺ വഴി മാത്രം ആശുപത്രികൾക്കുള്ളിൽ ഭക്ഷണം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഹോസ്പിറ്റലിന്റെ അകത്തുള്ള അധികാരം മന്ത്രിക്കാം, DYFIക്ക് അല്ല. പുറത്ത് ചെയ്തോട്ടെ, അകത്ത് ഞങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ട് കമ്മ്യൂണിറ്റി കിച്ചൺ ഞങ്ങൾ ആദ്യഘട്ടം ആലപ്പുഴ, മറ്റ് സ്ഥലങ്ങളിലേക്കും ഞങ്ങൾ ചില സന്നദ്ധ സംഘടനകളായിട്ട് ചർച്ച നടത്തുന്നുണ്ട്. അതനുസരിച്ച് തീരുമാനമെടുക്കും. ഒരു കാരണവശാലും ഹോസ്പിറ്റൽ വളപ്പിൽ ആരും കയറാൻ സമ്മതിക്കില്ല, ഒരു പാർട്ടിയിലും. പൊതുച്ചോറ് വിതരണത്തിൽ ആരോഗ്യമന്ത്രി ഈഗോ കാണിക്കരുതെന്നും അവരെ കൂടി ചേർത്ത് പിടിക്കണമെന്നും PA മുഹമ്മദ് റിയാസ് MLA കോഴിക്കോട് പറഞ്ഞു. എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചാണ് പൊതുച്ചോറ് വിതരണം ചെയ്യുന്നതെന്നും അദ്ദേഹം അറിയിച്ചു. ഈഗോ ഒഴിവാക്കണം മന്ത്രിമാർ. ഇപ്പോൾ വൈദ്യുതി മേഖലയിലെ പ്രതിസന്ധിക്ക് ഒരു കാരണം മിസ്മാനേജ്മെൻറ്റും മറ്റൊരു കാരണം ഈഗോ ആണ്. ഈഗോ ഒഴിവാക്കണം. നല്ല നിലയിൽ ജനങ്ങൾ എല്ലാവരും ഒരുപോലെ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് മെഡിക്കൽ കോളേജിലും പ്രധാനപ്പെട്ട സർക്കാർ ആശുപത്രികളിലും വീടുകളിൽ നിന്നും ശേഖരിച്ച് DYFI നൽകുന്ന പൊതിച്ചോറ്. അപ്പോൾ അതൊരു ഈഗോയിൽ കാണാതെ അവരെ കൂടി ചേർത്ത് പിടിച്ചു പോകാനാണ് ശ്രമിക്കേണ്ടത്. ഇതുവരെ അതിനൊരു കുഴപ്പമുണ്ടായിട്ടില്ലല്ലോ. പൊതുച്ചോറ് നൽകുന്നത് മനുഷ്യരായ ആർക്കും എതിർക്കാൻ കഴിയില്ലെന്നും എതിർക്കുന്നവരുടെ മനോനില പരിശോധിക്കണമെന്നും A റഹീം MPയും പ്രതികരിച്ചു. മനുഷ്യരായ ഒരാൾക്കും പൊതിച്ചോറിനെ എതിർക്കാൻ കഴിയില്ല. അതിനെ എതിർക്കുന്നവർ അവരുടെ മാനസിക നില പരിശോധിക്കേണ്ടതാണ്. കാരണം മനുഷ്യരായ ആർക്കും കഴിയില്ല. അപ്പം ഞങ്ങൾ DYFIയുടെ ഹൃദയപൂർവ്വം പദ്ധതിയുടെ ടാഗ് ലൈൻ വയറെരിയുന്നവരുടെ മിഴി നിറയാതിരിക്കാൻ എന്നാണ്. DYFIയുടെ പൊതുച്ചോറ് വിതരണം തടയരുതെന്ന് മുൻ മന്ത്രി KB ഗണേഷ് കുമാർ. പൊതുച്ചോറ് വിതരണം ചെയ്യുന്നവർക്ക് പകരം K മുരളീധരൻ തന്നെ പൊതുച്ചോറ് നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു. പാവങ്ങളെ പട്ടിണിയിലാക്കി കൊടുത്ത് തുടങ്ങിയല്ലേ ഉള്ളൂ. ആശുപത്രി കിടക്കുന്ന പാവങ്ങൾ ആര് പൊതിച്ചോറ് കൊടുത്താലും ഏത് പാർട്ടി കൊടുത്താലും അവരെ സംബന്ധിച്ച് ഒരു ആശ്വാസമായിരുന്നു. അത് തടയുന്നതുകൊണ്ട് കുഴപ്പമില്ല. പൊതിച്ചോറ് പകരം പുള്ളി കൊടുത്താൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. പൊതിച്ചോറ് പുള്ളി കൊടുക്കാൻ പറയും, പുള്ളി കൊടുക്കണം. കാരണം ഇവർ വർഷങ്ങളായി, ഇന്നല്ല, കൊറോണ വരുന്നതിന് മുമ്പ് തന്നെ DYFI പ്രവർത്തകർ എല്ലാ താലൂക്ക് ആശുപത്രികളിലും അവർ എല്ലാ ദിവസവും കൃത്യമായി പൊതിച്ചോറ് എത്തിക്കുകയും അത് ആശ്രയിച്ച് സംസ്ഥാനത്തെ മാനസികാരോഗ്യ കേന്ദ്രങ്ങളുടെ അടിസ്ഥാന സൗകര്യ പ്രശ്നങ്ങളിൽ അടിയന്തര ഇടപെടലിനൊരുങ്ങിയ ഹൈക്കോടതി. മുഴുവൻ മാനസികാരോഗ്യ കേന്ദ്രങ്ങളുടെയും അടിസ്ഥാന സൗകര്യങ്ങൾ സംബന്ധിച്ച പൊതുമാർഗ്ഗനിർദ്ദേശം പുറപ്പെടുവിക്കാനാണ് തീരുമാനം. ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഉൾപ്പെട്ട ജഡ്ജിമാരുടെ സംഘം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം പേരൂർക്കട മാനസികാരോഗ്യ കേന്ദ്രത്തിലെത്തി അടിസ്ഥാന സൗകര്യങ്ങൾ വിലയിരുത്തിയിരുന്നു. സംസ്ഥാനത്തെ മാനസികാരോഗ്യ കേന്ദ്രങ്ങളിലെ പ്രശ്നങ്ങൾ പലപ്പോഴായി സർക്കാരിന്റെ മുന്നിലെത്തിയിട്ടും പരിഹാരത്തിന് നടപടി സ്വീകരിക്കാത്തതിനെ തുടർന്നാണ് ഹൈക്കോടതി ഇടപെടുന്നത്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം നാളെ മുതൽ FCRA ഉൾപ്പെടെ 7 ബില്ലുകൾ അവതരിപ്പിക്കും. ഭരണഘടനാ ഭേദഗതി ബില്ലുകൾ ഇപ്പോഴില്ല. വിമത നേതാക്കളെ ക്ഷണിച്ചതിൽ സർവകക്ഷിയോഗത്തിൽ പ്രതിഷേധം, അയോധ്യയിലെ സംഭാവന ക്രമക്കേട്, നീറ്റ് പരീക്ഷ ഉൾപ്പെടെയുള്ളവയിലെ വീഴ്ച, വിലക്കയറ്റം എന്നിവ ആയുധമാക്കാൻ ഒരുങ്ങുകയാണ് പ്രതിപക്ഷം. തന്ത്രങ്ങൾ മെനയാൻ ഇന്ത്യ സഖ്യയോഗം നാളെ ചേരും. KSU VD സതീശൻ പോരിലടക്കം പാർട്ടിയിലെ മുതിർന്ന നേതാക്കളും വക്താക്കളും പരസ്യ പ്രതികരണവുമായി രംഗത്തെത്തിയതോടെ കർശന നടപടികളുമായി KPCC. പൊതുവേദിയിൽ വൈകാരികമായ പരസ്യ പ്രതികരണങ്ങൾ പാടില്ലെന്നും പാർട്ടി വേദികളിൽ മാത്രം ഉന്നയിക്കണമെന്നും KPCCയുടെ കർശന നിർദ്ദേശം. മാധ്യമ ചുമതലയുള്ള KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസാണ് എല്ലാ വക്താക്കൾക്കും സർക്കുലർ അയച്ചിരിക്കുന്നത്. വക്താക്കൾ പാർട്ടി നിലപാടുകൾ മാത്രമേ പറയാവൂ എന്നും വ്യക്തിപരമായ അഭിപ്രായ പ്രകടനങ്ങൾ പാടില്ലെന്നും കർശന നിർദ്ദേശമുണ്ട്. VS അച്യുതാനന്ദന്റെ 1ാം ചരമവാർഷികത്തിന് മുന്നോടിയായി ദേശാഭിമാനി ഓർമ്മക്കുറിപ്പ് അടങ്ങിയ വാരാന്ത്യ പതിപ്പ് അച്ചടിച്ച ശേഷം വേണ്ടെന്ന് വെച്ചു. വാരാന്ത്യ പതിപ്പില്ലാതെയാണ് ഇന്നത്തെ ദേശാഭിമാനി പത്രം പുറത്തിറങ്ങിയത്. സാങ്കേതിക കാരണങ്ങളാലാണ് വാരാന്ത്യ പതിപ്പ് പ്രസിദ്ധീകരിക്കാൻ കഴിയാത്തതെന്ന് പത്രത്തിൽ മാനേജറുടെ അറിയിപ്പുമുണ്ട്. VSന്റെ പ്രസ് സെക്രട്ടറിയായിരുന്ന KV സുധാകരനാണ് ഓർമ്മക്കുറിപ്പ് എഴുതിയത്. 21-ാം തീയതിയാണ് VSന്റെ 1ാം ചരമവാർഷികം. VS അനുസ്മരണം ഉൾപ്പെടുന്ന വാരാന്ത്യ പതിപ്പ് ദേശാഭിമാനി ഒഴിവാക്കിയെന്ന കാര്യം തന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം P രാജീവ്. VSനെ പാർട്ടിക്ക് മറക്കാൻ കഴിയുമോ എന്നും രാജീവ് ചോദിച്ചു. എന്റെ ശ്രദ്ധപ്പെട്ടിട്ടില്ല ഇതെന്താണെന്നുള്ളത്. VSനെ മറക്കാനായിട്ട് കഴിയുന്നതാണ്. VS ദിനം സമുചിതമായിട്ട് ആചരിക്കാനാണ് ഇപ്പോൾ നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. നല്ല രീതിയിൽ തന്നെ ആദ്യമായിട്ടാണ് പുന്നപ്ര വയലാട് തന്നെ നമ്മളൊരു പ്രത്യേക സ്മാരകം CPIയുമായിട്ട് ചർച്ച ചെയ്തു. അവരും കൂടി മാനേജ് ചെയ്യുന്ന ഒന്നിച്ചാണല്ലോ ആ സ്ഥലം. അത് ധാരണയായി. അതിന്റെ അടിസ്ഥാനത്തിൽ അത് വരികയാണ്. അവിടെ അതിവിപുലമായ പരിപാടിയാണ് ആലോചിച്ചിട്ടുള്ളത്. അതുകൂടാതെ ഉചിതമായൊരു സ്മാരകം VSന്റെ ഒരു സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടി ഉണ്ടാക്കണം എന്ന കാര്യത്തിലും ഒരു തീരുമാനമായിട്ടുണ്ട്.
കോഴിക്കോട് പാളയത്ത് യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. 38-കാരനായ പാളയം സ്വദേശി ബിജുവിനെയാണ് ചോരയിൽ കുളിച്ച നിലയിൽ കണ്ടെത്തിയത്. വയറിനും കഴുത്തിനും മുറിവേറ്റ നിലയിലാണ് മൃതദേഹം കിടന്നിരുന്നത്. കൊലപാതകമാണെന്ന് സംശയമുണ്ടെന്നും അന്വേഷണം ആരംഭിച്ചെന്നും കസബ പോലീസ് അറിയിച്ചു. പാളയം പുതിയ കോവിലകംപറമ്പ് സ്വദേശി ബിജു ക്ഷീരകർഷകനാണ്. ബിജുവിനെ ജോലികൾ ഏൽപ്പിച്ച ശേഷം അച്ഛൻ ഇന്നലെ കോയമ്പത്തൂരിലേക്ക് പോയിരുന്നു. ബിജുവിനെ കാണാത്തതിനെ തുടർന്ന് അമ്മ ബേബി പുലർച്ചെ 3 മണിയോടെ മുറിയുടെ അടുത്തെത്തിയപ്പോൾ വാതിൽ പുറത്തു നിന്ന് പൂട്ടിയ അവസ്ഥയിലായിരുന്നു. സംശയം തോന്നി മുറി തുറന്നപ്പോൾ ചോരയിൽ കുളിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. അമ്മ വിവരം അറിയിച്ചതിനെ തുടർന്ന് അയൽവാസി പോലീസിനെ സംഭവം വിളിച്ചറിയിച്ചു. സാധാരണ മുറി അകത്തു നിന്ന് പൂട്ടിയാണ് ബിജു കിടക്കാറുള്ളതെന്നും കൊലപാതകമാണെന്ന് സംശയമുണ്ടെന്നും അമ്മ ആരോപിച്ചു. ബിജു നിനക്ക് എന്ത് പറ്റിയടാ, നീ എണീക്ക്, നിനക്ക് എന്താ പറ്റിയത്, എണീക്കെന്ന് പറഞ്ഞിട്ട് ഒന്നും ഒരു ഇതുമില്ല, കയ്യൊക്കെ ഐസായിപ്പോയി. പിന്നെ ഞാൻ നിലത്ത് നോക്കുമ്പോൾ ചോരപ്പാ ഇങ്ങനെ കളം കെട്ടിയിട്ടുണ്ട്. തല ചമരിനോട് ബോൾ പോലെ ചോരപ്പാട് കാണുന്നുണ്ട്. ശരീരം മൊത്തം കഴുത്തിൻ്റെ അവിടെയൊക്കെ ചോരയാണ് കാണുന്നത്. സമീപത്തെ പറമ്പ് ലഹരി മാഫിയയുടെ താവളമാണെന്നും അവരെ ചോദ്യം ചെയ്തതിന്റെ പ്രതികാരമാകാം കൊലപാതകമെന്നും സഹോദരി ബിന്ദു പറഞ്ഞു. ഒന്നില്ലെങ്കിൽ ഇതിലെ ഒരു 10 പ്രാവശ്യം എന്നും വെച്ചിട്ട് ഈ ചെക്കന്മാർ പോക്കുണ്ട്. അപ്പുറത്തൊരു തൊടിയുണ്ട്, ഈ ബ്രൗൺ ഷുഗറിൻ്റെയോ എന്താ ഈ തൂഫാന്റെ ഭാഗമായതുകൊണ്ട് കുറച്ച് ദിവസം ഒരു കുറവുണ്ടായിരുന്നു. അപ്പം ഇവൻ ചോദ്യം ചെയ്തിട്ടോ ഒരു ആ ദേശത്തിൽ എന്ത് ചെയ്തോ ഒന്നും ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. കഴുത്തിനും വയറിനും വെട്ടേറ്റ പാടുകളുണ്ട്. കൊലപാതകമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. CCTV ദൃശ്യങ്ങൾ അടക്കം കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണ്. മർഡർ തന്നെയാണെന്നുള്ളത് ഞങ്ങൾ കൺഫേം ചെയ്തിട്ടുണ്ട്. സ്റ്റാബ് ഇഞ്ചുറി ഉണ്ട്. അത് ഏത് ആയുധമാണ്, ഏത് തരത്തിലുള്ളതെന്നുള്ളതൊക്കെ ഒന്നും കൂടെ പോസ്റ്റ്മോർട്ടം മറ്റും കഴിഞ്ഞിട്ട് ശേഷം പറയാൻ പറ്റും. അമൃത ന്യൂസ്, കോഴിക്കോട്. NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർക്കെതിരെ രൂക്ഷ വിമർശനവുമായി മുൻമന്ത്രി KB ഗണേഷ് കുമാർ. എവിടെയായാലും ഏകാധിപതികൾ തകരുമെന്നും NSSൽ ഏകാധിപത്യ പ്രവണത പാടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അതൊന്നും ഞാൻ പറയത്തില്ല. അതൊക്കെ സുരേഷ് ഗോപി എന്തോ പ്ലാൻ ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ സുരേഷ് ഗോപി പറഞ്ഞതിനൊരു മറുപടി പറയേണ്ട കാര്യമില്ല. NSSൽ കുറച്ചുകൂടി ഒരു സ്നേഹവും മര്യാദയൊക്കെ ആകാം. ഏകാധിപത്യ പ്രവണത വേണ്ട, ഒരു വിരട്ടൊന്നും വേണ്ട. വിരട്ട് ഈ സുരേഷ് ഗോപി ഒന്നും വിരട്ടേണ്ട കാര്യമില്ല. സുരേഷ് ഗോപി ഒരു സംസ്ഥാന ഇന്ത്യയിലെ ഒരു മന്ത്രിയാണ്. അദ്ദേഹത്തിന് അങ്ങനെ നമ്മളിപ്പം എൻ്റെ സുഹൃത്താണ് സുരേഷ് ഗോപി. പക്ഷേ അങ്ങനെ ഒരു മന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹത്തെ മന്ത്രിയായി കാണണം. കാസർഗോഡ് ചീമേനിയിൽ ആണവ നിലയം പരിഗണിക്കുമെന്ന വൈദ്യുതി മന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ കടുത്ത പ്രതിഷേധവുമായി ചീമേനി ആണവ വിരുദ്ധ ജനജാഗ്രതാ സമിതി. പദ്ധതിയിൽ നിന്ന് പിന്മാറണമെന്നാവശ്യപ്പെട്ട സമരസമിതി മന്ത്രിയെ കാണും. ചീമേനിയിൽ ആണവ നിലയമെന്ന പ്രസ്താവന വന്നതോടെ സമരപരിപാടികൾ തുടങ്ങാനുള്ള നീക്കത്തിലാണ് ജനജാഗ്രതാ സമിതി. ചീമേനിയിൽ ആണവ നിലയം എന്നതിലേക്ക് വൈദ്യുതി മന്ത്രി പോകുന്നത് കൃത്യമായ അജണ്ടകളുടെ അടിസ്ഥാനത്തിലെന്നും പദ്ധതിയുമായി മുന്നോട്ട് പോയാൽ ശക്തമായ ജനകീയ സമര പരിപാടികളിലൂടെ പദ്ധതിയെ തൂത്തുമാറ്റുമെന്നും ആണവ വിരുദ്ധ ജനജാഗ്രതാ സമിതി പറഞ്ഞു. LDF സർക്കാരിന്റെ കാലത്ത് 2023 ഇത് സംബന്ധിച്ച പ്രപ്പോസൽ വന്നപ്പോൾ തന്നെ ശക്തമായ സമര പ്രതിഷേധങ്ങൾ ചീമേനിയിൽ നടന്നിരുന്നു. കേരളത്തിലെ സർക്കാർ ആണവ നിലയവുമായിട്ടാണ് മുമ്പോട്ട് പോകുന്നതെങ്കിൽ ഒരു കാരണവശാലും ചീമേനിയിലെ ജനങ്ങൾ അത് അനുവദിക്കാൻ തയ്യാറല്ല. ഇതുവരെ കണ്ടതിനേക്കാൾ ശക്തമായിട്ടുള്ള പ്രക്ഷോഭ പരിപാടികൾ, സമര പരിപാടികൾ നടത്തിക്കൊണ്ട് ഈ പദ്ധതിയെ, ഈ ചീമേനിയിൽ നിന്നും അതുപോലെ തന്നെ കേരളത്തിൽ നിന്നും ആണവ പദ്ധതിയെ തൂത്തുമാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ സമരസമിതിയുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്നാണ് പറയാനുള്ളത്. വൈദ്യുതി മന്ത്രി പറയുന്ന പ്രതിസന്ധി കേരളത്തിലുണ്ടെങ്കിൽ നിലവിലുള്ള 5 താപനിലയങ്ങൾ പ്രവർത്തിപ്പിക്കണം. ഇവ പ്രവർത്തിപ്പിക്കാത്തതിനാൽ സർക്കാർ നാഷണൽ തെർമൽ പവർ കോർപ്പറേഷന് കോടിക്കണക്കിന് രൂപ ഫൈൻ നൽകുകയാണ്. ഈ ഒരു താപനിലയം പോലും ഇന്ന് പ്രവർത്തനക്ഷമമല്ല. അതിൻ്റെ പേരിൽ, അതായത് ഇത് പ്രവർത്തിപ്പിക്കാത്തതിൻ്റെ പേരിൽ നാഷണൽ തെർമൽ പവർ കോർപ്പറേഷന് സംസ്ഥാന സർക്കാർ ഓരോ വർഷവും കോടിക്കണക്കിന് രൂപ പിഴ ഇനത്തിൽ നൽകുകയാണ്. അത് നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ നികുതി പണം എടുത്തുകൊണ്ടാണ് നൽകുന്നത്. കേരളത്തിൽ മന്ത്രി പറയുന്ന അല്ലെങ്കിൽ KSEB പറയുന്ന ഒരു വൈദ്യുതി പ്രതിസന്ധി ഉണ്ടെങ്കിൽ നിലവിലുള്ള ഈ താപനിലയങ്ങൾ പ്രവർത്തിപ്പിച്ചിട്ട് ആ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാവുന്നതേ ഉള്ളൂ. ചീമേനിയിൽ ആണവ നിലയം പരിഗണിക്കുമെന്ന വൈദ്യുതി മന്ത്രിയുടെ പ്രസ്താവന ആശങ്ക ഉയർത്തിയ സാഹചര്യത്തിൽ MLA മാർ, MP, മന്ത്രിമാർ എന്നിവരെ നേരിൽ കണ്ട് പ്രതിഷേധം അറിയിക്കുവാനാണ് സമരസമിതിയുടെ തീരുമാനം. അമൃത ന്യൂസ്, കാസർഗോഡ്. ഇന്ത്യയുടെ PV സിന്ധുവിന് ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ കിരീടം. 3ാം നമ്പർ താരം ജപ്പാന്റെ യാമാഗുച്ചിയാണ് സിന്ധു ഫൈനലിൽ തോൽപ്പിച്ചത്. നേരിട്ടുള്ള സെറ്റുകൾക്കാണ് ജയം. സ്കോർ 21-14, 21-17. ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 3ാമത്തെയും അവസാനത്തെയും മത്സരം ഇന്ന് നടക്കും. മാഞ്ചസ്റ്ററിൽ ഇന്ത്യൻ സമയം വൈകിട്ട് 3:30 മത്സരം. ജയിക്കുന്നവർക്ക് പരമ്പര സ്വന്തമാക്കാം. ആദ്യ ഏകദിനത്തിൽ ഇന്ത്യ 10 വിക്കറ്റിനും 2ാം ഏകദിനത്തിൽ ഇംഗ്ലണ്ട് 100 റൺസിനും ജയിച്ചിരുന്നു.
ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.